അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് റമദാൻ 3. ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണം മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായ ദിവസം. മഹദി അവരുടെ ചരിത്രത്തിലൂടെ അല്പം നമുക്ക് സഞ്ചരിക്കാം. റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മക്കയിൽ ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ അമീനായി ജീവിക്കുന്ന കാലം. മക്കക്കാരായ ആളുകളൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ അഭിസംബോധന ചെയ്തിരുന്നത് അൽ അമീൻ, ജീവിതത്തിൽ സത്യം മാത്രം പറയുന്ന നേതാവ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 35-ാം വയസ്സായപ്പോൾ ജീവിതത്തിൽ വലിയ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നു. മക്ക എന്ന് പറയുന്ന സ്ഥലത്ത് അറബികളോ അവർ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന അറബികളാണ്. അവരുടെ ഇടയിൽ ഒരു വലിയ മഹാപ്രളയം സംഭവിച്ചു. ആ പ്രളയത്തിൽ കഅബ തകർന്നു പോയി. മക്കക്കാരായ ആളുകളെല്ലാവരും കൂടിയിട്ട് കഅബ ഇങ്ങനെ പുനർനിർമ്മിച്ച് കഅബയിലെ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന സ്വർഗീയ കല്ല് വെക്കാൻ വേണ്ടിയിട്ട് ആര് അതിന് നേതൃത്വം നൽകുമെന്ന വിഷയത്തിൽ ചർച്ചയായി. മക്കയിൽ ആ സമയം ഗോത്രങ്ങളായിരുന്നു. ഗോത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ ഗോത്രങ്ങൾ, ആ ഗോത്രങ്ങൾക്ക് ഓരോ തലവന്മാരും ഉണ്ടാവും. അപ്പൊ ആ തലവന്മാർക്കിടയിൽ ആരാണ് മുന്തിയത്, ഞാനാണോ നീയാണോ എന്നുള്ള ഒരു ചർച്ച. ആ ചർച്ച ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടു നിന്നു. മക്കയിൽ ഒരു പ്രശ്നമുണ്ടാവും എന്നുള്ള ഒരു സാഹചര്യം എത്തി. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് പൊറോട്ട എന്ന് പറഞ്ഞ പോലെ, ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് വാളെടുക്കുന്ന ആളുകളാണ് ജാഹിലിയ കാലഘട്ടത്തിൽ അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന അറബികൾ. അവർക്കിടയിൽ ഭയങ്കര പ്രശ്നമാണ്. ഇനി മക്കയിൽ നടക്കാൻ പോകുന്നത് വലിയ പ്രശ്നമാണ് എന്ന് അവരെല്ലാവരും വിധി എഴുതി. വീടുകളിൽ ചർച്ചകളായി, അങ്ങാടികളിലും ചർച്ചകളായി. ഇനി എന്ത് ചെയ്യും, ആര് ഹജറുൽ അസ്വദ് കഅബയുടെ മുകളിൽ സ്ഥാപിക്കുമെന്ന വിഷയം. മക്കക്കാരായ തലവന്മാരൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ട വയോവൃദ്ധനായ ഒരു അബൂ ഉമയ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പോയി കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ പ്രശ്നത്തിലാണ്, പ്രയാസത്തിലാണ്, ഈ പ്രതിസന്ധിക്ക് അങ്ങ് വേണം, ഞങ്ങൾക്കൊരു പ്രതിവിധി നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു, ഇനി ആരാദ്യം കഅബയിലേക്ക് നമ്മളിലേക്ക് മുന്നിട്ട് വരുന്നു അവർ പറയുന്നത് പോലെ അവർ ചെയ്യട്ടെ എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവരെല്ലാവരും മക്കയിൽ ഇങ്ങനെ കഅബയുടെ അരികത്ത് കാത്തിരുന്നു. ആരാണ് ഇനി ആദ്യമായി കഅബയിലേക്ക് കടന്നു വരുന്നത്? അതാ വരുന്നു അന്ത്യപ്രവാചകർ അൽ അമീൻ എന്ന് മക്കക്കാർ വിളിക്കുന്ന ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അൽ അമീനെ കണ്ടപ്പോ മക്കക്കാർക്ക് എല്ലാവർക്കും സന്തോഷമായി. കാരണം കഅബയിലേക്ക് ഹജറുൽ അസ്വദ് വെക്കാൻ പോകുന്നത് സാധാരണക്കാരനല്ലല്ലോ, അൽ അമീൻ അല്ലേ. അതുകൊണ്ട് അവർക്കൊക്കെ സന്തോഷമായി. ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാര്യം ബോധിപ്പിച്ചപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് വലിയ ഒരു പ്രതിവിധി പറയുകയാണ്. മക്കക്കാർ ആളുകളിലെ ഗോത്രത്തലവന്മാരൊക്കെ എല്ലാവരും ചേർന്ന് ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ആ സ്വർഗീയ കല്ല് ഒരു വിരിപ്പിൽ വെച്ച് ആ വിരിപ്പ് ഇങ്ങനെ പൊക്കി കൊടുത്തു. ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കല്ല് യഥേസ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ വലിയ ഒരു വിഷയം അവിടെ കഴിഞ്ഞുപോയി. രണ്ടാമത് ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 35-ാമത്തെ ജീവിതത്തിൽ തങ്ങൾക്കുണ്ടായ വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്, അവിടുത്തെ ജീവിതത്തിൽ അവിടുത്തെ കരളിന്റെ കഷ്ണം ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ നടപ്പ്, അതേ ഇരിപ്പ്, അതേ ചിരിപ്പ് എല്ലാം നബി തങ്ങളാണെന്നേ പറയൂ. അങ്ങനെയുള്ള പൊന്നുമകൾ ഫാത്തിമ സഹ്റ റളിയല്ലാഹു അൻഹ, അള്ളാഹുവിന്റെ റസൂലിന് മകളായി പിറക്കുന്ന 35-ാമത്തെ വയസ്സിലെ 2ാമത്തെ സന്തോഷവും ഉണ്ടായി. ഫാത്തിമ ബീവി ആവട്ടെ അള്ളാഹുവിന്റെ റസൂലുമായി വലിയ അറ്റാച്ച്മെന്റ് ആണ്. ഉപ്പച്ചിക്കുട്ടി എന്നൊക്കെ പറയുന്ന മാതിരി വാപ്പാന്റെ കുട്ടിയാണ് ഫാത്തിമ ബീവി. ഖദീജ ബീവി ഫാത്തിമ ബീവിയെ ഇങ്ങനെ താലോലിക്കുമ്പോ എപ്പോഴും പറയും, ഔ അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലുകൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ അതേ ചിരിപ്പ്. ഫാത്തിമ ബീവി നടന്നു വരുമ്പോ തോന്നും അള്ളാഹുവിന്റെ റസൂലാണോ, പ്രിയപ്പെട്ടവനാണോ നടന്നു വരുന്നത് എന്ന് തോന്നും. എല്ലാവർക്കും വളരെ സന്തോഷം, വളരെ സ്നേഹം. എല്ലാവരും ലാളിക്കുന്ന ഒരു ഓമനത്വം നിറഞ്ഞ സഹ്റാഹ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രകാശിക്കുന്നവൾ എന്നാണ് അർത്ഥം. പ്രകാശിക്കുന്ന ഒരു പൊന്നോമന പൈതൽ. ആ പൈതൽ ഇങ്ങനെ വളർന്നു വന്നു. കൂടെ
കളിക്കൂട്ടുകാരികളായി പ്രിയപ്പെട്ട സഹോദരിമാർ റുക്കിയ, സൈനബ്, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹും അവർ എല്ലാവരുമുണ്ട്. ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കളൊക്കെ മുൻപ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അത് വേറെ ഒരു ചർച്ച ഇരിക്കട്ടെ. ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഇങ്ങനെ വളർന്നു കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഉപ്പാടെ കൂടെ, എപ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും ഉപ്പാന്റെ ഒപ്പം, ഉറങ്ങുമ്പോഴും ഉപ്പച്ചിന്റെ ഒപ്പം, എപ്പോഴും ഉപ്പച്ചിന്റെ ഒപ്പം നടക്കുന്ന ഫാത്തിമ മോൾ ഇങ്ങനെ വളർന്നു കൊണ്ടിരിക്കെ 4-ാം വയസ്സിൽ വീട്ടിലുണ്ടായിരുന്ന സന്തോഷത്തിനൊക്കെ ഒരു തിരശീല വീഴുകയാണ്. വീട്ടിൽ അതുവരെ വലിയ സന്തോഷങ്ങളാണ്. കളിയും ചിരിയും ലാളനയും തലോടലും സ്നേഹവുമായി ഫാത്തിമ ബീവിയുടെ ബാല്യം ഇങ്ങനെ മുൻപോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ 4-ാമത്തെ വയസ്സിലാണ് വിഷമങ്ങൾ നേരിടുന്നത്. വീട്ടിലെന്തോ ഒരു മൂകത, ആർക്കും പഴയ സന്തോഷമില്ല. ഉമ്മയുടെ മുഖത്തും എപ്പോഴും എന്തോ ഒരു വിഷമം തലം കെട്ടി കിടക്കുന്നു. ഉപ്പച്ചിനെ ആണെങ്കിൽ ഇപ്പൊ തീരെ കാണാൻ കിട്ടുന്നില്ല. ഉപ്പച്ചി രാവിലെ വീട്ടിൽ നിന്നും പോകുമ്പോൾ കുട്ടിക്ക് ഉമ്മയൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ച് സലാം പറഞ്ഞ് സന്തോഷമായി ഉപ്പച്ചി പോവും. പക്ഷേ 4-5-6 ദിവസം കഴിഞ്ഞിട്ട് ആ ഉപ്പച്ചിനെ പിന്നെ കാണല്. ഉമ്മച്ചിയുടെ ഒപ്പം കിടക്കുമ്പോ ഉപ്പച്ചിനെ കാണാത്ത വിഷമം പൊന്നു മോൾക്കുണ്ട്. അങ്ങനെ ഉമ്മച്ചിക്കും ആ ഒരു വിഷമമുണ്ട്. ദിവസങ്ങൾ ഇങ്ങനെ കൂടുന്തോറും ഉമ്മച്ചിയുടെ മനസ്സിലും വല്ലാത്ത ആദിയുണ്ട്. ഉമ്മച്ചി ഭക്ഷണവുമായി ഇടയ്ക്ക് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് കാണാം. ഉപ്പച്ചിയെ കാണാൻ പോവുകയാവും എന്ന് പ്രിയപ്പെട്ട ഫാത്തിമ മോൾ വിചാരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ദിവസം ഇങ്ങനെ ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന ഒരു വീടായി ആ വീട് മാറുകയും ഒരു സുപ്രഭാതത്തില് ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണം ബേബി ഫാത്തിമ സഹ്റാ റളിയല്ലാഹു അൻഹാ വീടിന്റെ അകത്തേക്ക് കയറി വരുമ്പോ പുടപ്പിട്ട് മൂടിയിട്ട് ഒരു വ്യക്തി കിടക്കുന്നുണ്ട്. നേരെ പെട്ടെന്ന് ഉമ്മച്ചിയെ വിളിച്ചു. ആരാ ഉമ്മച്ചി പുതപ്പിട്ട് കിടക്കുന്നത്? പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു, മോളെ അത് ഉപ്പച്ചിയാണ്, അത് നിന്റെ പിതാവാണ്. എന്ത് പറ്റി ഉപ്പാക്ക്? ഉപ്പാക്ക് പനിയാണ് മോളെ. ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പൊതുജനങ്ങളിൽ നിന്നും ജനമധ്യത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഗുഹയിൽ പോയി ഒറ്റയ്ക്ക് ഖൽവത്തിലിരുന്ന ഒരു സംഭവമുണ്ട്. ആ സമയത്താണ് നസ്റുൽ അമീൻ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് ഇഖ്റ യാ റസൂലല്ലാഹ്, ഓതു നബിയേ, ഞാൻ ഓത്തുകാരനല്ല ജിബ്രീൽ, ഓതു നബിയേ, ഓതു നബിയേ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചപ്പോ അള്ളാന്റെ റസൂലിന് അത് പേടിയായി പോയി, പനി വന്നു പോയി. റസൂലിന് നേരെ ഇലാ ഹളറത്തി ഖദീജ, ഖദീജയുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഖദീജ ജമ്മിലൂനി, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടു ഖദീജ, പുതപ്പിട്ട് മൂടു ഖദീജ, പുതപ്പിട്ട് മൂടു ഖദീജ എന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂല് ഭയപ്പെട്ടപ്പോ, നബിയെ അങ്ങ് പേടിക്കേണ്ട, അങ്ങ് കുടുംബ ബന്ധം സൂക്ഷിക്കുന്നവനാണ്, അങ്ങ് സത്യം മാത്രം പറയുന്നവനാണ്, ലോകം മുഴുവൻ അങ്ങേക്കെതിരെ നിന്നാലും അള്ളാഹുവിന്റെ റസൂലെ ഞാൻ അങ്ങയുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ഭാര്യ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹു ഈ സംഗതിയൊക്കെ വീട്ടിൽ നടക്കുമ്പോൾ ഫാത്തിമ ബീവി എന്താ ഏതാ എന്ന് നടക്കുന്നത് എന്നറിയാതെ ഇതൊക്കെ അറിയുന്നുണ്ട്. ഉമ്മച്ചിനെ കാണാൻ ഒരുപാട് കൂട്ടുകാരികൾ വരുന്നുണ്ട്, ഒരുപാട് ആളുകൾ വന്ന് അന്വേഷിക്കുന്നുണ്ട്. എന്തേ മക്കയിലെ മുഹമ്മദിന് പറ്റിയത്? എന്താ വാപ്പച്ചിക്ക് എന്താ പറ്റിയത്? വാപ്പച്ചി ആരോടും മുണ്ടുന്നില്ല, വാപ്പച്ചിക്ക് എന്തോ പിണഞ്ഞു പോയി എന്ന് വിചാരിക്കുന്നുണ്ട്. ഉമ്മച്ചി പറയുന്നുണ്ട്, ഞാൻ വറഖത്ത് ബിൻ നൗഫലിനെ കാണാൻ പോയിരുന്നു. വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞത് മൂസാ നബിയുടെ അരികിലേക്ക് വന്ന ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖയാണ് നിന്റെ ഭർത്താവ് മുഹമ്മദിന്റെ അരികിലേക്കും വന്നത് എന്നാ പറയുന്നത്. മൂസാ നബി പ്രവാചകനായിരുന്നു. പ്രവാചകന്മാർക്കുള്ള പ്രത്യേകതയാണ് അള്ളാഹുവിന്റെ അരികിൽ നിന്നും ജിബ്രീൽ എന്ന മാലാഖ വരുന്നത്. ആ മാലാഖയാണ് എൻ്റെ ഉപ്പച്ചിയുടെ അരികിലേക്കും വന്നത്. അപ്പൊ എൻ്റെ ഉപ്പച്ചിയും പ്രവാചകനാണോ? ഫാത്തിമ ബീവിയുടെ മനസ്സിൽ സങ്കടവും സന്തോഷവും സമ്മിശ്രമായി എന്തോ എന്നറിയാത്ത ഒരു കൗതുകം ഇങ്ങനെ വളരാൻ തുടങ്ങി. ഇൻഷാ അല്ലാഹ് ചരിത്രം ഇങ്ങനെ മുൻപോട്ട് പോകട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു ചർച്ച ചെയ്യാം. റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.